വിഷുദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ചെയർമാൻ എ.വി. ഗോപിനാഥ്. പതിവിൽ കവിഞ്ഞ ഭക്തജന തിരക്കാണ് ഈ വർഷം അനുഭവപ്പെട്ടത്. ഭക്തർക്ക് സുഖമായി തൊഴുതു മടങ്ങാനുള്ള സൗകര്യങ്ങളുണ്ടെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം അത്ഭുതപ്പെടുത്തുന്നതാണെന്നും എ.വി. ഗോപിനാഥ് അമൃത ന്യൂസിനോട് പറഞ്ഞു. ഗുരുവായൂരിൽ നിന്നും ഹരീഷ് നാരായൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗുരുവായൂരിൽ വിഷുദിനത്തിൽ വലിയ ഭക്തജനത്തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ദേവസ്വം ചെയർമാൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗോപിയേട്ടനോട് ചോദിക്കാം, എന്താണ് ഈ ഒരു വിഷു ദിനത്തിലെ തിരക്ക്? ഭയങ്കരമായ തിരക്കാണ്, അപ്പോൾ എന്താ പറയാനുള്ളത്? നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഭക്തർ ഈ വിഷുവിന് വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് വളരെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. എങ്ങനെയോ ഭഗവാൻ ഞങ്ങളുടെ മനസ്സിൽ തോന്നിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മുൻകരുതൽ എന്ന് പറയുന്നത് ക്ഷേത്രകാര്യങ്ങളിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ വരുന്ന ഭക്തർക്ക് കൃഷ്ണനെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കുക. ഈ വിഷുവിൽ കൃഷ്ണനെ കാണാതെ പോകുന്ന ഒരാളുണ്ടാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനവർക്ക് മോരും വെള്ളം, പച്ചവെള്ളം, അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ 3 ദിവസമായി ഇവിടെ ആളുകൾ വന്നിരിക്കുകയാണ് കൃഷ്ണനെ കാണാൻ വേണ്ടി. അതിന് ചെയ്യാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിൻ്റെ അകത്തെ സെക്യൂരിറ്റി ജീവനക്കാർ, ദേവസ്വം ജീവനക്കാർ, മേൽശാന്തി തുടങ്ങിയ എല്ലാവരുടെയും ഞങ്ങൾ ദീർഘമായി ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമകരമായ ജോലിയാണ് ഇത്രയും ആളുകളെ കാണാനും ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കിയുള്ളവരും കൂടി കണ്ടിട്ട് ഞങ്ങൾ ഈ വിഷു അവസാനിപ്പിക്കുകയുള്ളൂ. ഇത്തവണ തിരക്ക് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. കാരണം ഈ കിഴക്കേ നടയിലാണെങ്കിലും വരിയാണെങ്കിലും ഒരു നീണ്ട നിരയാണ്. അപ്പോൾ എല്ലാവർക്കും തടസ്സം കൂടാതെ കണ്ട് തൊഴുത് പോകാനുള്ള ഒരു സൗകര്യമുണ്ട് എന്നുള്ളതാണ്. അത് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ? അല്ല, ഞങ്ങളത് ഒരുക്കിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കറിയാം, എന്തോ ഞങ്ങളുടെ മനസ്സ് പറഞ്ഞിരുന്നു കൂടി ആള് കൂടാൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് വേണമല്ലോ ഇത് ചെയ്യാൻ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാനുള്ള ശ്രമകരമായ എല്ലാ ജോലിയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ലൈൻ ശരിയാക്കാൻ, ഒരാളോട് മോശമായി പെരുമാറരുതെന്ന് എല്ലാ ജീവനക്കാർക്കും കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തിരക്കുണ്ടാവും, അവർ പാവങ്ങളിങ്ങനെ മെല്ലെ നീക്കും. അവരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞാൽ കർശനമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരാളും ചെയ്തില്ല, ഒരാളുണ്ടായില്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് സേനകളെ മറ്റു പല സ്ഥലത്തും കൊണ്ടുവന്ന് അവരും ചെയ്തു. അകത്ത് യൂണിഫോമൊന്നും ഇല്ലാതെ എല്ലാം ശ്രദ്ധിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തു. ആ ചെയ്തോടുകൂടിയിട്ട് ഒരു വിഷയമില്ല, വിഷയം ഉണ്ടാക്കാൻ ആളുകളില്ല. ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കൃത്യമായി തന്നെ ഉണ്ടല്ലോ. പ്രത്യേകിച്ചും ഭക്തർക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ അതൊക്കെ നേരത്തെ ഉണ്ട്. അപ്പോൾ ഇത്തവണ തിരക്ക് കൂടുമ്പോൾ അത്തരത്തെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ രണ്ട് ആംബുലൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ആംബുലൻസും ഡ്രൈവർമാരോടും ഒരു കാരണവശാലും ദേവസ്വത്തിൻ്റെ നിർദ്ദേശം കിട്ടാതെ പോകരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ പോയാൽ മാറി ആളെ വെക്കുകയും ചെയ്യും. അതിന് എന്തെങ്കിലും ആശുപത്രിയിൽ, ദേവസ്വത്തിൻ്റെ ആശുപത്രിയിൽ ഡോക്ടറോട് റെഡിയായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു വയ്യായ്മ ഒരാൾക്ക് വന്നാൽ ആ സമയം ഞങ്ങൾ കൊണ്ടുപോയി അവർക്ക് ആവശ്യമായ ചികിത്സ നടത്താനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭക്തജനത്തിരക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, തുടരുകയാണ്. എൻ്റെ വിശ്വാസം ഇന്ന് വൈകുന്നേരം വരെ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഗുരുവായൂരപ്പനെ കാണെങ്കിൽ ഇന്ന് രാത്രിയാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിൻ്റെ ഇടയിൽ ഒരു ഭക്തനും കൊണ്ട് ആന നടയിരുത്തി തന്നു. അതും ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. വന്നു. ഇനി ഇരിക്കുന്ന ആളുകളെ മുഴുവൻ ഞങ്ങളിന്ന് രാത്രി 12 മണിയാണെങ്കിൽ ശരി ഇവിടെ ഇരുന്ന് ഇതിന് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പഴയ പോലെയല്ല, ദേവസ്വം ഭരണസമിതി എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട്. ഓരോ ഭാഗത്തും ഇരുന്ന് എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ട് വിഷുക്കണി അവസാനിക്കൂ. എന്തായാലും വലിയൊരു വിഷുദിനം ആശംസകൾ നേരെയാണ്. ഗുരുവായൂരപ്പനെ കണ്ട് ആയിരങ്ങൾ ലക്ഷങ്ങളാണ് മടങ്ങുന്നത്. ഈ കാര്യം കൂടി പറയാം, ഈ ഗുരുവായൂർ നടയിൽ വന്നവരും ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നവരെല്ലാവർക്കും വിഷു ആശംസകൾ നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും അതുതന്നെയാണ്. വലിയ ഭക്തജനത്തിരക്ക് ഇപ്പോഴും ഗുരുവായൂർ അനുഭവപ്പെടുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളും, പ്രത്യേകിച്ചും ഭക്തർക്കായി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് ചെയർമാൻ ഇപ്പോൾ നമ്മോട് പറഞ്ഞത്. ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.